എൻ്റെ പേര് അജിത് യേശുദാസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ കൃപാസന മാതാവിനെ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ 2020 +2 കഴിഞ്ഞ വ്യക്തിയാണ്. അതിനുശേഷം എൻ്റെ ആഗ്രഹം പുറത്തുപോയി പഠിക്കണം എന്നുള്ളതായിരുന്നു. അതിനാൽ തന്നെ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് തന്നെ IELTS ചേരുകയും ആദ്യത്തെ പരീക്ഷയിൽ എനിക്ക് ലിസണിങ് എന്ന സബ്ജക്റ്റിന് 5.5 ആയിപ്പോയി. അതിനാൽ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ കടക്കാൻ പറ്റിയില്ല. അതേപോലെ രണ്ടാമതും എക്സാമിന് എഴുതി. അങ്ങനെ ഏകദേശം രണ്ട് വട്ടം എക്സാം എഴുതി. അത് 8 മാസത്തോളം ഞാൻ ക്ലാസ്സിന് പോയിട്ടാണ് എഴുതിയത്. അങ്ങനെ എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ കിട്ടുകയും UK പോകുവാനുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാകുന്ന സമയത്ത് ബാങ്കുകാർ പറഞ്ഞു ലോൺ പാസ്സാവാൻ കുറച്ചും കൂടെ ലേറ്റാകും, അതിനാൽ തന്നെ കുറച്ചും കൂടെ സമയം വേണമെന്ന്. അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് പേപ്പർ വന്നു, ഡേറ്റ് കഴിഞ്ഞു, ഇനി പുറത്തേക്ക് പോകാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമമായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ വേറെ കോഴ്സിന് ചേരുകയും വീട്ടിൽ നിന്നാണെങ്കിൽ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, നീ ഒന്നും കൂടെ IELTS ട്രൈ ചെയ്യും, നമുക്ക് നോക്കാം. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടൂല, എക്സാം എഴുതണ്ടെന്ന്. പക്ഷേ ഞാൻ ഒന്നും കൂടെ IELTSന് പ്രിപ്പയർ ചെയ്യുകയും എക്സാം എഴുതുകയും എന്നാൽ എനിക്ക് 2 വിഷയത്തിന് 5.5 എന്ന മാർക്ക് ലഭിക്കുകയും ചെയ്തു. അതോടെ ഞാൻ പറഞ്ഞു, ദൈവമേ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ അതോടെ വിഷമത്തിലായിപ്പോയി. അതോടെ തന്നെ ഞാൻ IELTS ഉപേക്ഷിക്കുകയും ഡിസ്റ്റൻ്റായിട്ട് BA ഇംഗ്ലീഷ് ചേരുകയും ചെയ്തു. അത് ഏകദേശം 1.5 വർഷത്തെ കോഴ്സായിരുന്നു. അങ്ങനെ ഞാൻ 2022 എക്സാം എഴുതി കഴിഞ്ഞു. 2022 ഞാൻ എൻ്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ കണ്ണൂർ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുമായിരുന്നു അക്കൗണ്ടൻ്റായിട്ട്. കാരണം എനിക്ക് അതോടുകൂടി പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് എൻ്റെ മൊത്തത്തിൽ കുറഞ്ഞു. അപ്പോൾ കാനഡയിൽ എൻ്റെ ഒരു ചേട്ടായിയുണ്ട്. അപ്പോൾ അങ്കിള് പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറി വാ, നമുക്കിവിടെ ജോബ് വിസ റെഡിയാക്കാം, അതിനുവേണ്ടി ഒരു വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആക്കണമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ കണ്ണൂർ പോയതും. അങ്ങനെ 1 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആക്കി. അങ്ങനെ അതിനുവേണ്ടി പേപ്പർ വർക്ക് വെച്ചപ്പം അവിടുത്തെ വർക്ക് വിസ എടുത്ത് കളഞ്ഞു. അതായത് ഒരു ബാച്ചിൽ ഒരു 38 പേരൊക്കെ കൊണ്ടാവുള്ളൂ. അപ്പോൾ അതിലും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ 2023 മുതൽ എൻ്റെ അമ്മയുടെ കൃപാസനത്തിൽ വരികയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനാൽ തന്നെ എൻ്റെ വീട്ടിലെ കുറേ കാര്യങ്ങൾ, നിയോഗങ്ങൾ സാധിക്കുകയും എല്ലാം നടത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ മുതൽ എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ എത്രയോ പേര് വന്ന് കൃപാസനത്തിൽ സാക്ഷ്യം പറയുന്നു, എന്നെ സാക്ഷ്യം പറയാനായി അനുവദിക്കണമേ. അതിനാൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2023 ജനുവരി മാസത്തിൽ. അന്ന് ഞാൻ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിനാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ നിന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസം ഞാനും എൻ്റെ പപ്പയും അമ്മയും വന്നു. അതായത് ഏകദേശം ഓഗസ്റ്റ് മാസം 10-ാം തീയതി 10-ാം മാസം ഞാൻ അവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ക്രൈസ്തവരായവരും അല്ലാത്തവരും വളരെയധികം സാക്ഷ്യങ്ങൾ പറയുന്നു. അപ്പോൾ തന്നെ ഞാൻ മനസ്സുറപ്പിച്ചു, ദൈവമേ അടുത്ത മാസം എനിക്കിവിടെ വന്ന് കൃപാസനത്തിൽ സാക്ഷ്യം പറയാനായി അനുവദിക്കണമേ. അങ്ങനെ ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടെ ഡിഗ്രി കോഴ്സിൽ തന്നെ ഇവിടെ UK അഡ്മിഷൻ വെച്ചു, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ. അതിൻ്റെ ഭാഗ്യമായി എനിക്ക് ഇന്നലെ UK വിസ അടിച്ചു വരികയും എനിക്ക് 15-ാം തീയതി UK പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തന്നു. അതിന് ദൈവമായ കൃപാസന മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. ഈശോയെ, വലിയൊരു അത്ഭുതം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് പോകുവാൻ യാതൊരു കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് സംശയങ്ങളായിരുന്നു. ഉടമ്പടികളിൽ തന്നെ എൻ്റെ ഒരു നിയോഗമായിരുന്നു, എൻ്റെ തടസ്സങ്ങൾ മാറ്റി എനിക്ക് UK പോകാനുള്ള കൃപയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, 4 വർഷത്തോളമായി ഞാൻ ഇതിനുവേണ്ടി പ്രയത്നപ്പെടുകയാണ്. അതിനാൽ തന്നെ കറക്റ്റ് ഇന്ന് 1 മാസം ആവുകയാണെന്നുള്ളൂ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കസിൻ കൊച്ചുണ്ട്, അവൻ്റെ ദേഹത്തെല്ലാം ഭയങ്കരമായിട്ട് ചൂടുകുരു വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊന്നും മാറുന്നില്ലായിരുന്നു. അപ്പോൾ 2 വയസ്സുള്ള വാവയാണ്. അവനെ ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് വെഞ്ചരിച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയും അതുപോലെ തന്നെ അവൻ്റെ ചൂടുകുരുള്ള സ്ഥലത്തെല്ലാം പുരട്ടുകയും അത് പെട്ടെന്ന് മാറിക്കൊടുക്കുകയും ചെയ്തു. അതും 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ എല്ലാ കുരുകളും ഭേദപ്പെട്ട് തുടങ്ങി. അതുപോലെ അവന് ഭയങ്കര ഇഷ്ടമായി എണ്ണയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടുന്ന് ലഭിച്ച കൃപാസന പത്രം ഞാൻ 2 ദിവസത്തിനുള്ള എല്ലാ വീടുകളിൽ കൊടുക്കുകയും
പ്രത്യേകമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നല്ല വീട്ടുകാരോടും പറഞ്ഞു. അടുത്തുള്ള വീട്ടുകാരെല്ലാം വളരെ സന്തോഷവാനും കാര്യങ്ങളുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും 5:30 വെളുപ്പിനായിട്ട് പ്രാർത്ഥിക്കുകയും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനകളിൽ പങ്കെടുത്ത ശേഷം കൃപാസന പ്രവർത്തനം ചെല്ലുകയും ചെയ്യുമായിരുന്നു. അതിനാൽ തന്നെ വലിയൊരു അനുഗ്രഹമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. പിതാവായ ഈശോയ്ക്ക് ഞാൻ വളരെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം നടക്കൂല എന്നൊരു സംശയം ഉണ്ടാവും. എനിക്കത് വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ മാസം വന്നപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട്, ആരും ഉടമ്പടി നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന സംശയത്തോടു കൂടി ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പോൾ എനിക്കാണ് ഭയങ്കര സംശയമാണ്, ഈശോയെ കിട്ടുമോ? വീട്ടിൽ നിന്നാണെങ്കിലും അമ്മയും പപ്പയെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറയും, നിനക്കൊരു ടെൻഷനും ഇല്ലേ? ഞാൻ ടെൻഷൻ പുറത്ത് കാണിക്കാത്ത വ്യക്തിയാണ്. ഉള്ളിൽ ഭയങ്കര സങ്കടങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചിരുന്നതും. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. കൂടുതലും ഒറ്റയ്ക്കായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെയും അനുഗ്രഹങ്ങളും കൃപകളും നൽകും. എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചാൽ മതി. ഒരിക്കൽ കൂടി കൃപാസന മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. സുവിശേഷം 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അജിത്ത് നമ്മോട് പങ്കുവയ്ക്കുന്ന സാക്ഷ്യം, 4 വർഷത്തോളമായി വിദേശത്ത് പഠിക്കുവാൻ വേണ്ടിയുള്ള മകൻ്റെ പരിശ്രമം പല വിധത്തിൽ തടസ്സപ്പെടുകയും, എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമ്മ മാതാവിൻ്റെ നടയിൽ വന്ന ഉടമ്പടിയെടുത്ത് ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൃത്യതയോടെ പ്രാർത്ഥിക്കുകയും ശരണപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ആഗ്രഹിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ വളരെ വേഗത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവ് വിദേശത്ത് പഠിക്കുവാനുള്ള നല്ല അവസരം മകന് ഒരുക്കി കൊടുത്തതിനെക്കുറിച്ചാണ്. ഇത് അമ്മ മാതാവിൽ ശരണപ്പെടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. നമ്മൾ എത്രത്തോളം നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി, എത്രത്തോളം ആത്മീയ ഒരുക്കത്തോടുകൂടി അമ്മയുടെ സന്നിധിയിൽ തിരുക്കുമാരനോട് ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ആ ഏതൊരു നിയോഗവും എത്ര ക്ലേശപൂർണ്ണമെന്ന് നാം കരുതുന്നതും എത്ര പഴകിയതെന്ന് നാം കരുതുന്നതുമായ ഏതൊരു നിയോഗവും, എത്ര ഗൗരവമുള്ള രോഗവും അത് സൗഖ്യത്തിലേക്കും അതോടൊപ്പം നിയോഗത്തിൻ്റെ ഫലസിദ്ധിയിലേക്ക് നയിക്കുവാൻ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സാന്നിധ്യവും സഹായവും കൃപാസനത്തിൽ എന്നും ലഭിക്കാറുണ്ട്. ആ അമ്മയിൽ ആശ്രയിച്ചുള്ള മകൻ്റെ പഠനം, പരിശ്രമം, പ്രാർത്ഥന, അത് മൂന്നും ഫലമണിഞ്ഞതിൻ്റെ സന്തോഷമാണ് മകൻ പങ്കുവയ്ക്കുക. മകന് ലഭിച്ച അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടുകൂടി നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.